അനുഭവിച്ച് അവരിപ്പോൾ സന്തോഷിക്കുക. അവരുടെ ചിരി കാണുമ്പോൾ എൻ്റെ മനസ്സാണ് നിറയുന്നത്. ഇതൊന്നും കാണാതെ വെറുതെ കിടന്ന് ഉറങ്ങുവാണ് അമ്മേ. ഞാനെല്ലാം കാണുന്നുണ്ട്. നിനക്കാണെ കാണാൻ ഇനിയും ഒരുപാടുണ്ട്. വാ. തെറ്റായ വഴിയിലാണെങ്കിൽ നേർവഴി കാട്ടിത്തരാൻ ഒരാൾ വേണ്ടേ മക്കളെ? ഈശ്വരൻ്റെ പൂന്തോട്ടത്തെ മോഹിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് മക്കളെ. അമ്മ, కీరకోటలకి సంతతి బలి ఆవుందుండు తన వరి పాండాలయ్యే కరి పాండాలయ్యే మాయను ಬಿಡ್ತು ಕಾಯಗ ಬತ್ತದ ವಿಷನಾಲಿದ ಅಮೃತೋಡ ಈ ಸೀಕನ ದೂರ ಮಲ್ತು ಕೊರಲ ಸ್ವಾಮಿ സത്യനെ. ദൈവങ്ങളെ ആരോ ബന്ധിച്ചിട്ടുണ്ട്. കടപ്പതിക്കിലുള്ളവർ ഇവിടെ ഈശ്വരന്റെ പൂന്തോട്ടം എന്തിനാ വിളിക്കുന്നേ? ഈശ്വരന്റെ പൂന്തോട്ടത്തെ മോഹിക്കുന്നവരെ. ഈശ്വരൻ്റെ പൂന്തോട്ടം, ഈശ്വരന്റെ പൂന്തോട്ടം, ഈശ്വരന്റെ പൂന്തോട്ടം. ഞങ്ങളിൽ ഒരുവരോട് മുളപ്പൽ കൊടുത്ത് കുറച്ച് സമയം കുട്ടിയെ ഞങ്ങൾ പരിപാലിക്കാം. എല്ലാം ശരിയാകും. നമ്മളുടെ കുട്ടി മരിച്ചു. ഒരിക്കലും വിശ്വസിക്കരുത് മക്കളെ. ജ്യേഷ്ഠ, നിന്നെ കൊണ്ടാവില്ലല്ലോ, വീട്ടേക്ക്. വെറുതെ കൈ പൊള്ളിക്കാൻ നിൽക്കേണ്ട. ദൈവങ്ങളെ ആരോ ബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങളുടെ ദൈവം നിങ്ങളോട് വരില്ല. ഇത് നിങ്ങൾ പറയുന്നതോ അതോ നിങ്ങളുടെ ദൈവത്തിന്റെ വാക്കുകളോ? ഈശ്വരന്റെ പൂന്തോട്ടം. കാട്ടിലുള്ള ശക്തികളെ ഭയന്ന് ഇത്രയും വർഷം യുദ്ധം വേണ്ടെന്ന് വെച്ചു. കനകാവതി, കാന്താര നമ്മുടേതായി മാറണം. അവരുടെ ദൈവത്തിന്റെ കല്ലുകൾ നമ്മുടെ അരമനയുടെ ചവിട്ടുപടികളാവണം. അത് അത്രയ്ക്ക് എളുപ്പമല്ല. അവൻ വന്നത് കേവലം ദൈവത്തെ പ്രതിഷ്ഠിക്കാനല്ല, ധർമ്മത്തെ പ്രതിഷ്ഠിക്കാനാ. ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങയുടെ ആഗ്രഹം നിറവേറാൻ മറ്റൊരു പോംവഴി കൂടിയുണ്ട്.
കാത്തിരിക്കാൻ ക്ഷമയില്ല കനകവതി. എന്റെ കത്തി അവരുടെ രക്തത്തിനായി കൊതിക്കുന്നു. അവനെ നേരിടാനുള്ള ശക്തി നമ്മൾ രണ്ടുപേർക്കില്ല. മറ്റാർക്കുണ്ട്? അന്ന് കൈകാൽ ശേഷയില്ലാതിരുന്ന കുട്ടി ഇന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നെങ്കിൽ മരണത്തെ തോൽപ്പിച്ചവൾ വന്നത് വെറുതെ അല്ല. ഭാങ്കരയുടെ രക്തവും കടപ്പിലുള്ളവരുടെ മുലപ്പാലും രണ്ടിലുമുള്ളത് കൊടിയ വിഷമാണ്. ബാങ്കരയുടെ രാജാവ് സ്വന്തം മകളെ മുൻനിർത്തിയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അങ്ങനെ വരാൻ പാടില്ല. നിങ്ങൾ ആയുധം എടുത്തോളൂ, ശക്തി ഞാൻ പകരാം. ഈ മക്കള് വളർന്ന് വലുതാവുമ്പോ കാന്താരയിൽ എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോഴും ഇവരുടെ അവസ്ഥ താങ്ങാനാവുന്നില്ല. ഇത്രയും കാലം നമ്മളെ കാത്തു സംരക്ഷിച്ച നമ്മുടെ ദൈവങ്ങളുടെ കണ്ണിൽ നിന്ന് ഇപ്പൊ രക്തം പൊടിയുന്നുണ്ടാവും. അവര് നമ്മുടെ വിശ്വാസത്തിൽ ഏൽപ്പിച്ച പ്രഹരത്തെ കനലിൽ നിന്നും കാട്ടുതീയാക്കി മാറ്റി അവരെ ചുട്ടു ചാമ്പലാക്കണം. അത് ബർമേ, ഇനിയും നോക്കി നിൽക്കാൻ കഴിയില്ല ചപ്പാ. ഇത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല. ഈ യുദ്ധം അവരുടെ പക്കലുള്ള നമ്മുടെ ദൈവത്തിന്റെ കല്ലിന് വേണ്ടിയാ. അധർമ്മത്തെ നേരിടാൻ ഉടയോൻ ഗണങ്ങളെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഇപ്പോൾ ഈശ്വരന്റെ പൂന്തോട്ടത്തിലുള്ള നാം ഓരോരുത്തരും ഈശ്വരന്റെ ഗണങ്ങളാ.